അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാസർഗോഡിൽ അമ്മായിമ്മയെ മരുമകൾ കൊലപ്പെടുത്തിയ ഒരു ദൃശ്യ കാഴ്ചകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടവരാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ തീർച്ചയായും പലതും സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള വാർത്തകളായിരിക്കും. ചില വാർത്തകൾ പകുതി സത്യമായിരിക്കും. നമ്മുടെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മായിമ്മ മരുമകൾ എന്ന് പറയുന്നത് വീട്ടിൽ ഏറ്റവും പ്രശ്നമുണ്ടാവാൻ കാരണം നമ്മുടെ വീട്ടിൽ ഷെയ്ത്താൻ നമ്മുടെ വീട്ടിൽ എന്നും നാം ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള പിണക്കങ്ങൾക്കെല്ലാം അതൊരു കാവലാണ്. ഈ പിണക്കങ്ങൾ ഉണ്ടാക്കുന്നത് ഷെയ്ത്താനാണെന്ന് നാം ഓർക്കണം. നമ്മുടെ ചെറിയ പിണക്കങ്ങൾ, ചെറിയ പിണക്കത്തിന് വേണ്ടി കൊലപ്പെടുത്തുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് ഒരു നിസ്സാരമായി ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നു. അവസാനം കൊന്നുകളയുക. ഈ സാഹചര്യങ്ങൾ, ഈ കാസർഗോഡിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു വീഡിയോസ് കണ്ടവരുണ്ടാകാം, കണ്ടവർ കമൻറ്റിലൂടെ അറിയിക്കാം. നമ്മുടെ എന്ത് പ്രശ്നത്തിന് ഒരാൾ കൊല്ലുക, വധിക്കുക, അത് പരിഹാരമാണോ? നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കേണ്ടവരാണ്. നമ്മുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ, കാരണം ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ആയത്തുൽ കുർസി നിരന്തരമായി ഓതാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സക്കാത്തിൻ്റെ മുതൽ കാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു സംഭവമായി നാം ഇതിൻ്റെ മുമ്പ് അതിൻ്റെ വിശദീകരണമായി പറഞ്ഞതാണ്. ആ സക്കാത്തിൻ്റെ മുതൽ കാത്തു നിൽക്കുന്ന സമയത്ത് അത് മോഷ്ടിക്കാൻ വേണ്ടി വന്നവൻ, അവൻ പിന്നെ മോഷ്ടിക്കുന്ന സമയത്ത് അബൂ ഹുറൈറ കൈയോട് പിടികൂടുകയും അവൻ പിന്നെ അബൂ ഹുറൈറയ്ക്ക് അപേക്ഷിച്ച് രക്ഷ തേടുകയും രണ്ടാമത്തെ ദിവസം അത് ആവർത്തിച്ച് മൂന്നാം ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, ഞാൻ മുത്തുനബിയുടെ അരികിൽ നിന്നെ കൊണ്ടുപോകും, ഇത് മൂന്നാമത്തെ തവണമാണ് നീ ആവർത്തിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇൽമ എന്ന് പറയുമ്പോൾ റബ്ബി സിദ്നി ഇൽമ, ഇൽമ ജാസ്തിയാക്കാൻ വേണ്ടി ദുആ ചെയ്യേണ്ടവരാണ്. ഇത് കേട്ടപ്പോൾ അബൂ ഹുറൈറ വെറുതെ വിടാൻ തീരുമാനിച്ചു. ആ സമയത്ത് എന്താണ് ഇൽമു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഷെയ്ത്താൻ്റെ ഷർറ് നിന്നിട്ട് ആയത്തുൽ കുർസി ഓതിയാൽ ഷെയ്ത്താൻ്റെ ഷർറ് ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ഷെയ്ത്താൻ ഇബ്ലീസിന് ഈ വിഷയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ എന്ന് പറയുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദാക ഷെയ്ത്താൻ യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ ആ വന്നത് ഷെയ്ത്താനാണ്, പറഞ്ഞു തന്ന ഇൽമു യാഥാർത്ഥ്യമായ ഒരു ഇൽമും കൂടിയാണ്. അപ്പോൾ ഷെയ്ത്താൻ്റെ തൊട്ട് കാവൽക്ക് വേണ്ടിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അസ്വസ്ഥത ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന വസ്വാസികളാണ്. നോക്ക്, വലിയ അത്ഭുതം എന്ന് പറയുന്നത് ചെറിയ ഒരു സോപ്പിൻ്റെ പ്രശ്നത്തിൽ ത്വലാക്ക് വരെ സംഭവിച്ച സംഭവങ്ങളാണ് നാം കണ്ടത്. മരുമകൾ ആദ്യം വീട്ടിൽ വരുന്നു, കുളിക്കുന്നു, കുളിച്ചുകൊണ്ട് തിരിച്ചു പോകുക, അവൾ ഉപയോഗിക്കുന്ന സോപ്പ് അവർ റൂമിലേക്ക് കൊണ്ടുപോയി. അത് ഭർത്താവിൻ്റെ അനിയത്തി കാണുന്നു, ഉമ്മയോട് പറയുന്നു. ഉമ്മ ഉടനെ ചോദിക്കുന്നു, ഇവിടെ പകർച്ചവ്യാധികളാണോ ഉള്ളത്? അത് വലിയ പ്രശ്നമായി. പിന്നെ ത്വലാക്കായി. അവൾ അവരുടെ വീട്ടിലായി, ഇവൻ്റെ വീട്ടിലായി. ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നത് ഷെയ്ത്താനാണ്. എന്തെല്ലാം വസ്വാസുകൾ ഉണ്ടാക്കുന്നു. ഒരു തലക്കടിച്ച് കൊല്ലുക. നമ്മൾ ഈ അടുത്ത് റമദാനിൻ്റെ ഒരു മരുമകൾ ഒരു അമ്മായിമ്മയെ കൊന്ന ഒരു സംഭവം നാം കണ്ടു. തലക്കടിച്ച് കൊന്നത് റമദാൻ മാസത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിൽ. ഈ കാസർഗോഡിൽ ഈ നടന്ന ഈ ഒരു സംഭവം ഇത് ഒരു യാഥാർത്ഥ്യ സംഭവമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതൊരു ഫേക്കായ ഒരു ന്യൂസാണ്. അത് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതിന്. അങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്, ശരിയാണ്. അതിൻ്റെ പിന്നിൽ പല കഥകളുമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം, അമ്മായിമ്മ മരുമകൾക്കിടയിൽ അല്ലാഹു ഇണക്കത്തോടു കൂടിയുള്ള സന്തോഷകരമായ ഒരു ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിൽ വേറെ സന്തോഷമെന്ന് പറയുന്നൊരു വീഡിയോ കണ്ട് വല്യമ്മയെ സ്നേഹത്തോടു കൂടി ആ ഉമ്മയെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു മകൻ ഒരു പത്രവാർത്ത ഇങ്ങനെ വായിച്ചുകൊണ്ട് അമ്മയെ പ്രേരിപ്പിക്കുന്ന ഒരു വല്ലാത്ത സംഭവം നാം കണ്ടു. ആ വീഡിയോ പലരും കണ്ടവരായിരിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹം, സന്തോഷവും റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.